ഒരു ഒഫീഷ്യൽ ആവശ്യമായിട്ട് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോ നിന്നെ കൂടെ കണ്ടു പോവാന്ന് വെച്ചു. ഇവിടെ കിടന്നുകൊണ്ട് നീ നാട്ടിലെ വിശേഷങ്ങൾ വല്ലോ അറിയുന്നുണ്ടോ കുരിയാച്ച? നാട്ടിലിപ്പോ നിന്നെയും കുടുംബത്തെയും പറ്റിയ സംസാരം. ആ പിന്നെ നീ ഇപ്പോ ആ പഴയ കുരിയാച്ചനൊന്നുമല്ല കേട്ടോ. 10-20 കേസുണ്ട് സ്വന്തം പേരിൽ. സ്പിരിറ്റ് കടത്തടക്കം. ബാറിന്റെ ലൈസൻസ് പോയി, എക്സ്പോർട്ട് ലൈസൻസ് ഉടൻ പോവും. അല്ല, അങ്ങനെയാ കേട്ടത്. നല്ല വിളഞ്ഞു കിടന്നിരുന്ന ഏക്കർ കണക്കിന് ഏലത്തിന് ആ രണ്ടും തീയിട്ടു. അതുപോലെ ആ SI ഡൊമിനിക് ആന്നേ നിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം അവൻ വീടിന്റെ അടിത്തറ വരെ തോണ്ടി പരിശോധിച്ചെന്നാ കേട്ടെ. ആ പിന്നെ നിന്റെ മൂത്ത മോക്കെന്തോ അത്യാഹിതം പറ്റിയെന്നിങ്ങനെ കേട്ടു. എന്നാ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നതോ പറ്റി. ഏയ് ഹലോ എൽസ, ഞാനാ. ടെസക്ക് എന്നാ പറ്റിയത്? ഹലോ ഹലോ അച്ചായ, അച്ചായനത് എവിടുന്നാ? നീ കാര്യം പറ എൽസ, ടെസക്ക് എന്നാ പറ്റിയതെന്ന്. ഇല്ല ചായ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. സത്യമായിട്ട് ഒന്നുമില്ല അച്ചായ. അവളിവിടെ സ്റ്റെയർ ഇറങ്ങിയപ്പോ ഒന്ന് സ്ലിപ്പായി. കാലില് ചെറിയൊരു ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. വിശ്വാസം വരുന്നില്ലേ? അവളിവിടെ റൂമിലുണ്ട്. ഞാൻ കൊടുക്കാം. ആ, നീ കൊടുക്ക്. ഹലോ. മതി, സർക്കാർ കാശ. അപ്പോ സ്വന്തം ചോരയ്ക്കുന്നെന്താ നിനക്കും പൊള്ളും അല്ലയോടാ? ഔസേപ്പുട്ടി, നീ ബൈബിളിൽ ഉപദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിക്കണം. എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം അതിലെഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട്. ഉപദ്യാവിന്റെ പുസ്തകം. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും.